നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓരോ ഭാരതീയനെയും നേരിട്ട് ബാധിക്കുന്ന, എന്നാൽ പലപ്പോഴും അക്കങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിൽ മറച്ചു പിടിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. സാധാരണയായി ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികൾ ജനങ്ങൾക്ക് നൽകുന്നത് വലിയ വാഗ്ദാനങ്ങളാണ്. നല്ല നാളുകൾ വരുന്നു, സമ്പദ് വ്യവസ്ഥ കുതിക്കുന്നു എന്നൊക്കെ നാം കേട്ട് ശീലിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൻ്റെ ജനങ്ങളോട് പറയുന്നത് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിൻ്റെ സൂചനയാണ്. പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കൂ, കാറുകൾക്ക് പകരം കാർ പൂളിംഗ് ശീലിക്കൂ, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കൂ, വിദേശയാത്രകൾ വേണ്ടെന്ന് വെക്കൂ. ഈ വാക്കുകൾ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഇതൊരു വികസ്വര രാജ്യത്തിൻ്റെ ആത്മവിശ്വാസമല്ല, മറിച്ച് ഒരു വലിയ സാമ്പത്തിക സുനാമിക്ക് മുന്നോടിയായുള്ള അപായ സൂചനയാണ്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന് നാം അഭിമാനിക്കുമ്പോഴും നമ്മുടെ അടുക്കളകളിലെ ബജറ്റിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പ്രധാനമന്ത്രി തന്നെ ആവശ്യപ്പെടണമെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ദുർബലമായിട്ടുണ്ടാകും? വിശ്വഗുരു പട്ടത്തിലേക്കുള്ള ദൂരമാണോ അതോ ഒരു സാമ്പത്തിക തകർച്ചയുടെ ആഴമാണോ നാം ഇപ്പോൾ അളക്കുന്നത്? ഇന്ത്യ നേരിടുന്ന ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഉള്ളറകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സാധാരണയായി ഒരു സർക്കാരും രാജ്യം സാമ്പത്തികമായി തകർന്നു എന്ന് നേരിട്ട് സമ്മതിക്കാറില്ല. കാരണം അത് വിപണിയെയും നിക്ഷേപത്തെയും ബാധിക്കും. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് പരോക്ഷമായി അത് സമ്മതിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് നേരിട്ട് ചെലവ് കുറയ്ക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. പാചക എണ്ണ 10% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരന്റെ അടുക്കളയിലെ ബജറ്റിനെയാണ് ബാധിക്കുന്നത്. കർഷകരോട് രാസവളം കുറയ്ക്കാൻ പറയുമ്പോൾ അത് വരാനിരിക്കുന്ന ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കും. ഒരു ശക്തമായ സമ്പദ് വ്യവസ്ഥയിൽ ഒരിക്കലും ഇത്തരം നിയന്ത്രണങ്ങൾ ആവശ്യം വരില്ല. അതായത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയിൽ വലിയ വിള്ളലുകൾ വീണു കഴിഞ്ഞു എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വന്നത് എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: പശ്ചിമേഷ്യൻ യുദ്ധം. ഇറാൻ ഇസ്രയേൽ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില കൂടുന്നു, വിതരണ ശൃംഖല തടസ്സപ്പെടുന്നു എന്നൊക്കെയാണ് വാദം. ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം, പക്ഷേ നമ്മളൊന്ന് പുറകോട്ട് നോക്കണം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $140 വരെ ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും അന്ന് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ക്രൂഡ് ഓയിൽ വില ഏകദേശം $70 to $80 മാത്രമാണ്. അപ്പോൾ പ്രശ്നം പുറത്തല്ല, അകത്ത് തന്നെയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങളും ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ താരിഫുകളും ഇന്ത്യയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. നമ്മുടെ വിദേശ നയങ്ങളിലെ പാളിച്ചകൾ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്ന 3 പ്രധാന മേഖലകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് ഏവിയേഷൻ ആണ്. നമ്മുടെ എയർ ഇന്ത്യ വൻ നഷ്ടത്തിലാണ്. അവർക്ക് ലാഭകരമല്ലാത്ത അന്താരാഷ്ട്ര റൂട്ടുകൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഒരു രാജ്യം സാമ്പത്തികമായി വളരുമ്പോൾ വിമാനയാത്രക്കാരുടെ എണ്ണം കൂടുകയാണ് വേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതേപോലെ മറ്റൊരു മേഖലയാണ് IT മേഖല. ഇന്ത്യയുടെ അഭിമാനമായ TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾ ഇപ്പോൾ മാസ് ലേ ഓഫ് നടത്തുകയാണ്. 10,000 ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല. ഇത് നമ്മുടെ മധ്യവർഗത്തിന്റെ നട്ടലൊടിക്കുന്ന കാര്യമാണ്. അടുത്തത് ഓഹരി വിപണിയാണ്. ഓഹരി വിപണി തകരാതിരിക്കാൻ സർക്കാർ ഏജൻസികൾ നിരന്തരം ഇടപെടുന്നു. ഒരു കൃത്രിമമായ സപ്പോർട്ട് നൽകിയാണ് മാർക്കറ്റ് പിടിച്ചു നിർത്തുന്നത്. ആ സപ്പോർട്ട് മാറ്റിയാൽ മാർക്കറ്റ് പാതാളത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മളൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണോ? സർക്കാർ കണക്കുകൾ പ്രകാരം GDP വളരുന്നുണ്ടാകാം, പക്ഷേ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ആ വളർച്ചയില്ല. ഇതിനെയാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് പേപ്പറിൽ രാജ്യം വളരും, പക്ഷേ ജനങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല. ആളുകളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു, വിപണിയിൽ ഡിമാൻഡ് ഇല്ല, കടകളിലും ഹോട്ടലുകളിലും തിരക്ക് കുറയുന്നു, ആളുകൾ EMI അടയ്ക്കാൻ കഷ്ടപ്പെടുന്നു. സ്വർണം വാങ്ങരുത് എന്ന് പറയുന്നത് പോലും വിദേശ നാണയ ശേഖരം ചോരാതിരിക്കാനാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു ചിത്രമുണ്ട്.
ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക വഴിത്തിരിവിലാണ്. പ്രശ്നങ്ങളെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെയോ ആഗോള പ്രതിഭാസങ്ങളുടെയോ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ ഭരണകൂടത്തിന് കഴിയില്ല. കാരണം സമാനമായ പ്രതിസന്ധികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും ഒരു പ്രധാനമന്ത്രിക്ക് ജനങ്ങളോട് ചെലവ് കുറയ്ക്കൂ എന്ന് യാചിക്കേണ്ടി വന്നിട്ടില്ല. ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നത് ആ രാജ്യം സാമ്പത്തികമായി തളരുന്നത് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഭാരം മുഴുവൻ സാധാരണക്കാരൻ്റെ തലയിൽ വെക്കുകയും ചെയ്യുന്നതാണ്. IT മേഖലയിലെ പിരിച്ചുവിടലുകളും വിമാന സർവീസുകളുടെ തകർച്ചയും ഓഹരി വിപണിയിലെ കൃത്രിമമായ പിടിച്ചുനിൽപ്പും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ്. നമ്മൾ കേൾക്കുന്ന GDP കണക്കുകൾക്കും വികസനവാദങ്ങൾക്കും അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നുണ്ടോ? ജോലി സുരക്ഷിതമാണോ? നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ത്യയുടെ യഥാർത്ഥ സാമ്പത്തിക ചിത്രം. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടത് വെറും PR തന്ത്രങ്ങളല്ല, മറിച്ച് കൃത്യമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും സത്യസന്ധമായ നിലപാടുകളുമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കാലം കഴിഞ്ഞു എന്ന് ഭരണകൂടം തിരിച്ചറിയണം. ഇന്ത്യ നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധിയെക്കുറിച്ച്, പ്രധാനമന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് രാജ്യത്തെ രക്ഷിക്കാനുള്ള മുൻകരുതലാണോ അതോ തകർച്ചയുടെ ലക്ഷണമാണോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.